ജപ്തി ഒഴിവാക്കാനുള്ള 7 ലക്ഷം രൂപ എൻ്റെ ചെക്ക് എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൽ എൻ്റെ മോനൊരു ജോലി തലപ്പെടുത്തി കൊടുത്തേച്ചാണ് പോയേക്കുന്നത്. കുടുംബം മുന്നോട്ട് എത്ര കാലം നമ്മുടെ സ്ഥാപനം ഉണ്ടോ അത്രയും കാലം കുടുംബം സേഫ് ആയിരിക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ ജപ്തി ഭീഷണിയിലായ കുടുംബത്തിന് സഹായഹസ്തവുമായി അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ. കോട്ടയം ഏറ്റുമാനൂർ പേരൂർ സ്വദേശിനിയായ ഉഷയ്ക്കും കുടുംബത്തിനുമാണ് സഹായവുമായി ടോണി വർക്കിച്ചൻ എത്തിയത്. ഏതു സമയവും ഇടിഞ്ഞു വീഴുമെന്ന തരത്തിലുള്ള ഒരു കുടിലാണ് ഈ ഉഷയും 2 മക്കളും താമസിക്കുന്നത്. പക്ഷേ ആ ഭൂമിയാകട്ടെ ജപ്തി ഭീഷണിയിലുമായിരുന്നു. അപ്പോൾ ആ ജപ്തി ഒഴിവാക്കാനുള്ള 7 ലക്ഷം രൂപ അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ ഈ കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ്. ഞാനും ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. എൻ്റെ ഭർത്താവ് 3 വർഷമായി മരിച്ചു പോയിട്ട് കൊറോണ വന്ന് മരിച്ചു പോയതായിരുന്നു. ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ ഞങ്ങളിങ്ങനെ താമസിക്കുകയായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ മൂത്ത മോന് എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായതാണ്. മോന് ജോലിയൊന്നും ആയില്ലായിരുന്നു. അവൻ ഓട്ടോ ഓടിച്ചും കാറ്ററിങ്ങിൻ്റെ പണിയും ചെയ്തുകൊണ്ടാണ് നടന്നത്. ഇളയൊരു മോനുണ്ട്. മോന് സുഖമില്ലാത്തതാണ്. അവന് ഓട്ടിസം ഉണ്ട്. അതുപോലെ തന്നെ അവന് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് കുഞ്ഞിന് വണ്ണം വെക്കുന്ന പ്രശ്നമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തുമായിരുന്നു മോൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. ആ ചികിത്സയിൽ ആദ്യഘട്ടത്തിലെ ചികിത്സ കഴിഞ്ഞപ്പോഴത്തേനാണ് മോൻ്റെ അച്ഛൻ്റെ സുഖമില്ലാതെ വന്നത്. ബാക്കിയുള്ള തുടർന്നുള്ള ചികിത്സകളൊന്നും നമുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റാതെ വന്നു. അതുകൊണ്ട് മോന് ഇപ്പോൾ കൂടിയ ഷുഗറാണ്. ഒരു മാസം തന്നെ മോന് 9,000 രൂപയോളം അടുത്ത് ഈ മരുന്നുകൾക്കെല്ലാം മോനാകുന്നുണ്ട്. അതുപോലെ തന്നെ മോന് വയലൻ്റ് ആകുന്ന ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഈ തുച്ഛമായ വരുമാനം കൊണ്ട് എനിക്കൊന്നും ആകുകയില്ല. ഞാൻ ഹരിതകർമ്മസേന ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേന ജോലി ചെയ്യുവാണ്. അവിടുത്തെ 10,000 രൂപയാണ് നമുക്ക് ശമ്പളം ഉള്ളത്. അതുകൊണ്ട് ഒന്നും ആകത്തില്ല, കുടുംബം ഒന്നും ആകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഭർത്താവ് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ലോൺ എടുത്തായിരുന്നു. ആ ലോണ് അതിന് വലിയ തുകയായി പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അടയ്ക്കാൻ നിർവാഹമില്ലാതെ വന്ന് ഞാൻ പല വാതിലുകളിലും നോക്കി, പലയിടത്തും പലരോടും സമീപിച്ചായിരുന്നു. ബാങ്ക് കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾക്ക് ഇവിടെ ജപ്തിയുടെ നോട്ടീസ് ഒട്ടിച്ച്. അപ്പോഴും ഞാൻ പല വലിയ ആൾക്കാരെ എല്ലാം സമീപിച്ചായിരുന്നു. ഈ ജപ്തിയിൽ നിന്ന് ഞങ്ങൾക്ക് നൽകാനും ഞങ്ങൾക്ക് വീടില്ല. അതുകൊണ്ട് ഈ ജപ്തിയിൽ നിന്ന് ആരും ഞങ്ങളെ സഹായിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അച്ചായൻസ് ഗോൾഡ് അച്ചായൻ എല്ലാവരും സഹായിക്കുന്നെന്ന് അറിഞ്ഞത്. ഞാൻ അങ്ങനെയാണ് അച്ചായൻ്റെ ഓഫീസിൽ ഏറ്റുമാനൂരിൽ ചെന്ന് അച്ചായനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് മാർച്ച് 31-നകം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ ചെന്നിരുന്നു. അച്ചായനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും ലക്ഷങ്ങൾ രൂപ ഞങ്ങൾ 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അച്ചായൻ്റെ അടുക്കെ പോയത്. അങ്ങനെയാണ് അച്ചായൻ എൻ്റെ കുടിലിലേക്ക് ഓടി വന്ന് എന്നെ സഹായിച്ചത്. എനിക്കും എൻ്റെ കുഞ്ഞിനുള്ള സഹായത്തിന് ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസയും ജപ്തി ഒഴിവാക്കാനുള്ള 7 ലക്ഷം രൂപയും എൻ്റെ ചെക്ക് അച്ചായൻ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് എനിക്ക് തന്നു. എൻ്റെ ചിലവിനുള്ള പൈസയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോന് അവനൊരു വഴി അച്ചായനായിട്ട് ഒരു വഴിയും ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അച്ചായൻ ചെയ്തിട്ട് കടന്നു പോയത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൽ എൻ്റെ മോനൊരു ജോലി തലപ്പെടുത്തി കൊടുത്തേച്ചാണ് പോയേക്കുന്നത്. അത് ഞാൻ അച്ചായനോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള സാധുക്കളായ കുടുംബങ്ങളിലേക്ക് അച്ചായൻ ഓടി വന്ന് ഇങ്ങനെ എല്ലാവരും സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. വീടിൻ്റെ അവസ്ഥയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണല്ലേ? വീടിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. വീട് കണ്ടില്ല, ഒരു ഷെഡാണ്. ആ ഷെഡിനകത്ത് ഈ കഴിഞ്ഞ കാറ്റത്തും മഴയത്തും വലിയൊരു കമ്പി, ഒരു തൂണിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ പാമ്പും പഴുതാരയും എലിയും എല്ലാം ഇതിനകത്ത് കയറി വരില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കാനേ പറ്റത്തില്ല. എല്ലാം ചൂരും. ഷീറ്റിനിടപറ്റി എല്ലാം വെള്ളം വീഴും. വേറെ ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ ഒത്തിരി ഇപ്പോൾ വാതിലുകൾ മുട്ടി, ആരും എനിക്ക് തുറന്നു തന്നില്ല ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എൻ്റെ അച്ചായൻ്റെ അടുക്ക ഞാൻ ചെന്നത്. അച്ചായൻ ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ സഹായിച്ച് 7 ലക്ഷം രൂപയുടെ ചെക്കും തന്നു. ഏറ്റുമാനൂർ കടയിലേക്ക് ഇവർ വന്നു, ചേച്ചി വന്നു, മോനായിട്ട് വന്നു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു, കരഞ്ഞ് തന്നെ പറഞ്ഞു. കാരണം ജപ്തി ഭീഷണിയാണ്, അച്ചായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് കണ്ട് ഞാൻ ഇവിടെ എത്തി ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 8 ലക്ഷം രൂപയായിരുന്നു, അത് 7 ലക്ഷം രൂപയാക്കി കുറച്ചു ബാങ്ക്. അങ്ങനെ 7 ലക്ഷം രൂപ ജപ്തി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഇയാൾക്ക് ഞാൻ ഒരു ജോലിയും കൊടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തെ ഇങ്ങനെ വിട്ടാലും അവർ മുന്നോട്ടായാലും ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എൻ്റെ കടയിൽ തന്നെ ഒരു ജീവനക്കാരനാക്കി സ്റ്റാഫാക്കി ഞാൻ ഇയാളെ കയറ്റിയിട്ടുണ്ട്. മൂത്തമാന് ജോലി കൊടുത്ത് ഇവിടെ 7 ലക്ഷം രൂപയുടെ ജപ്തി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വേറെ നിവൃത്തിയില്ല ഇവർക്ക്. അതുപോലെ തന്നെ ഈ വീടാണ് ഒരു തൂണിന്മേലാണ് നിൽക്കുന്നത്. എപ്പം വേണമെങ്കിലും നിലം പൊത്താം. ഇതൊക്കെ കാണുമ്പോൾ നമ്മളല്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റുമാനൂർ, കോട്ടയം ഏറ്റുമാനൂരാണ്. അപ്പോൾ ഇവിടെ സഹായിക്കാമെന്ന് പറയുമ്പം ഇവിടെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജപ്തി ഒഴിവാക്കി അല്ലെങ്കിൽ ഇവരുടെ ചിലവിന് കൊടുത്തു, എനിക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇവർക്ക് ജീവിക്കണം മുന്നോട്ട്. വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, എൻ്റെ കൂടെ തന്നെ എൻ്റെ ജീവനക്കാരിൽ ഒരാൾ ഇയാളെ കയറ്റുമ്പോൾ ഇയാൾക്ക് നാളെ ഒരു രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ കുടുംബത്തിന് ഇയാളെ കൊണ്ട് നോക്കാൻ പറ്റും. ഇളയ മോന് തന്നെ ഏകദേശം 8,000 രൂപ 10,000 രൂപ ഒരു മാസം മരുന്നിന് വേണം. അപ്പം ഈ അവസ്ഥയിൽ വേറെ ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇയാൾക്കൊരു ജോലി കൊടുക്കുവാണെങ്കിൽ, ഇവർക്ക് ഇവിടെ ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ നമുക്കും
എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ. കുടുംബം ഒരു സേഫ് ആകും. കുടുംബം സേഫാണ്. കുടുംബം മുന്നോട്ട് എത്ര കാലം നമ്മുടെ സ്ഥാപനം ഉണ്ടോ അത്രയും കാലം കുടുംബം സേഫായിരിക്കും. ഈ കുടുംബത്തിന് ജപ്തി ഒഴിവാക്കുന്നതിനായി 7 ലക്ഷം രൂപ നൽകിയതിനൊപ്പം ഇവിടുത്തെ മൂത്ത കുട്ടിക്ക് വിഷ്ണുവിന് തൻ്റെ സ്ഥാപനത്തിൽ ഒരു ജോലി കൂടി നൽകുമെന്ന് അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ അറിയിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ തന്നാലാകുന്ന വിധം ഇനിയും സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് ടോണി വർക്കിച്ചൻ പറയുന്നത്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.